കാസർഗോഡ് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന വീരമലക്കുന്നിൽ വൻ വിള്ളൽ കണ്ടെത്തി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫെ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ ദേശീയപാതയിലെ ചില പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള വിള്ളലുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു ഡ്രോൺ സർവേയിലടക്കം കണ്ടെത്തിയത്? ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് എപ്പോഴത്തേക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? കാളിദാസ്, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുന്നുകളിൽ ഒന്നാണ് വീരമലക്കുന്നും മട്ടളായിക്കുന്നും. ഈ കുന്നുകൾ ഇടിച്ച് ദേശീയപാത നിർമ്മിക്കുന്നതിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നിരുന്നു. ഈ മണ്ണിന്റെ ഘടന ഈ റോഡ് നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്നും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട കമ്പനിയും മുന്നോട്ട് പോയത്. ഇതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ മട്ടളായിക്കുന്നിന്റെ വിവിധയിടങ്ങളിൽ വിള്ളൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ മഴക്കാലത്തും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിൽ കുന്നിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ ദേശീയപാതയിലേക്ക് വീണിരുന്നു. ഈ കുന്നിന് സമീപത്ത് തന്നെ ഒരു നിർമ്മാണത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണ ഒരു തൊഴിലാളിക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുന്നതൊക്കെ. അതിനുശേഷം ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തി. ഡ്രോൺ പരിശോധനയിലാണ് ഇങ്ങനെ ഈ കുന്നിന്റെ പല ഭാഗത്തും വിള്ളലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ നടുഭാഗത്തും അതുപോലെ തന്നെ ലംബമായും ഒക്കെ ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ട് എന്നാണ് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായത്. എന്തായാലും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും തഹസിൽദാർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഈ വിശദമായ റിപ്പോർട്ട് കൈമാറുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഈ ദേശീയപാത മട്ടളായിക്ക് പുറമെ വീരമലക്കുന്നിലും മട്ടളായിക്കുന്നിലും ബേബിഞ്ചയിലും സമാന രീതിയിൽ ഡ്രോൺ പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പലയിടത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. ഈ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ പരിഗണിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്രം തന്നെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു തുടർ ഫലനം എന്ന രീതിയിൽ വേണം നമുക്ക് ഈ പുതിയ നടപടികളെയൊക്കെ നോക്കിക്കാണുവാൻ. എന്തായാലും ജില്ലാ കളക്ടർ ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. തഹസിൽദാർമാരോട് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ വാക്കുകൾ കേട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്വതന്ത്ര നടപടിയിലേക്ക് ഇപ്പോൾ ജില്ലാ കളക്ടർ മുൻകൈ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബേവിഞ്ചയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ ഭാഗത്തും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. അതായത് നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് മാത്രമാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതെന്നുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള ആരോപണമാണ് ഈ ജനപ്രതിനിധികളടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിന് ഒരു തടയിടാനും ഈ ദേശീയപാത വഴിയുള്ള യാത്ര സുരക്ഷിതമാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ പഠനങ്ങൾ നടത്തുകയും അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. കാളിദാസ്, ശരി. കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനെ അമേരിക്ക